എടാ ഇനി വല്ലതും വേണേ പറയണേ. പറയാം. എടാ മുല്ലപ്പൂ എവിടെ വെച്ചേക്കുന്നേ? അതാ ഫ്രിഡ്ജിന്റെ അടിയിൽ തട്ടിലുണ്ടാവും. ഓക്കെ. അപ്പു കൊറേ നേരമല്ലേ വെറുതെ ഇരിക്കുന്നു. വാ ഒരു ചായ കുടിക്കാം. നല്ല ക്ഷീണം കാണും. ജോയല്ലേ ചായ കുടിക്ക്. അച്ചപ്പുണ്ട്. ചായൊക്കെ പിന്നെ എടപ്പ പണ്ടത്തെ പോലെയല്ല, പണിയെടുക്കുമ്പോഴേ ക്ഷീണായിരിക്കണം. ഇതിപ്പോ തുളുമ്പി പോനെ. നീ ഇത് മുടിക്കുമല്ലോ. ഡേയ് ഇത് നിന്റെ ഓയോ ബെഡോ അല്ലെ, ഇപ്പുറത്ത് ഇരിക്കുമ്പോ ഇപ്പുറത്ത് പൊന്തി പോലെ ട്രാമ്പോലിൻ ബെഡൊന്നല്ല. ഇത് നല്ല മോഷൻ അബ്സോർപ്ഷൻ ഉള്ള എമ്മ മാട്രസ് ആണ്. എടാ ഇത് മറ്റേ യൂറോപ്പിലെ ഹയസ്റ്റ് സെല്ലിംഗ് മാട്രസ്, മറ്റേ ഓർത്തോപെഡിക് സപ്പോർട്ട് വിത്ത് കൂളിംഗ് സെൻസേഷൻ ഒക്കെ ഉള്ള അതല്ലേ? ഓ അത് തന്നെ, അടിപൊളി സാധനമാണ്. 15 വർഷത്തെ വാറണ്ടിയും 100 നൈറ്റ്സ് ഫ്രീ ട്രയലും. ഇപ്പൊ മേടിക്കണമെങ്കിൽ നോ കോസ്റ്റ് ഇമെയിൽ സാധനവും കിട്ടും. 55% പ്ലസ് 15% ഓഫർ നടക്കണ്ടാ. വേറെന്ത് വേണം? ഒരെണ്ണം മേടിക്കണം. ചെക്കൻ കളി തന്നെ, പൈസ ഇറക്കിയിട്ടുണ്ട്. എന്താ മോനെ ചുളുവില് പ്രൊമോഷൻ ആണോ? ഉള്ള കാര്യമല്ലേ. അല്ല അതെല്ലാം പോട്ടെ, അജയ് എവിടെ? കല്യാണ ചെക്കൻ എവിടെ? അത് ശരിയാണല്ലോ. അവനെവിടെടി? എനിക്കൊന്നും അറിയാൻ ഇയാള് പോയി നോക്ക്. എന്താടി ക്രൂക്കറ്റിലടി? നല്ല വിഷമമുണ്ടല്ലേ. ഞാൻ അന്ന് എന്നോട് പറഞ്ഞാ അവനോടുള്ള കാര്യം തുറന്നു പറയാൻ. അപ്പൊ അവ കയ്യം. അയ്യോ അത് പിന്നെ വായി വെച്ചോണ്ടിരിക്കാണ്ട് ഉള്ള കാര്യം തുറന്ന് സംസാരിക്കണായിരുന്നു. അത് വിട്. നമുക്ക് ഇന്ന് എന്താ പണി കൊടുക്കാം, അതാദ്യം പറ. കല്യാണം തന്നെ നല്ലൊരു പണിയല്ലിയാ. ലൈഫ് ടൈം ഇംപ്രസൺമെന്റ്. ട്രോമ. പെണ്ണ് കിട്ടാത്തതിൽ നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ വിഷ്ണു. ഹേയ് എനിക്കെന്ത് വിഷമം. അമ്മേ അമ്മ അയ്യോ. എവിടെയാ നീ 10 മണിയായിട്ട്? വീട്ടിൽ കയറാൻ സമയമായില്ലേ? ഞാനിവിടെ കല്യാണ വീട്ടില്. അല്ല നിനക്കെന്താ അവിടെ കാര്യം? ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ല നോക്കുന്നത്. ഞാനല്ല മെയിൻ. നീ ഇങ്ങനെ വല്ലവരുടെയും കാര്യം നോക്കി നടന്നു. ആയ കാലത്ത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ ഒന്ന് കെട്ടാൻ. കെട്ടാത്തോണ്ടല്ലോ അമ്മ, കിട്ടാത്തോണ്ടല്ലേ. നീ അതും പറഞ്ഞ് സമാധാനിച്ചിരുന്നോ? ഞാൻ കിടക്കാൻ പോവാ, വേഗം വരാൻ നോക്ക്. അയ്യമ്മ വെക്കലേ. ഇന്നലെ വാട്സാപ്പിൽ അയച്ച കുട്ടി കൊള്ളാം. ഇതെങ്ങനെ നടക്കൂ? അതിന് കുഴപ്പമൊന്നുമില്ല, അത് നടക്കും. പക്ഷെ കല്യാണം നടക്കത്തില്ല. തള്ളയുടെ മിഡ് നൈറ്റ് കോമഡി ഞാനോളാം. വെച്ചിട്ട് പോയേ. അപ്പോ നീ അത്ര മൂടിയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ തീർന്നു. നാളെ അവൻ്റെ കല്യാണാന്നപ്പൂ. നമ്മളവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും. നമുക്ക് അവൻ്റെ ഒപ്പം കട്ടക്ക് നിൽക്കണം. ഇപ്പൊ തൽക്കാലം ഇത്ര ആലോചിച്ചാൽ മതി. എടാ അതൊന്നുമല്ല, എനിക്ക് അവനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഞാനത് അവനോട് പറഞ്ഞിട്ടുമില്ല, പ്രകടിപ്പിച്ചിട്ടുമില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്, അതെനിക്കറിയാം. എനിക്കിതുവരെ അതിനൊക്കെ എൻ്റേതായ ന്യായീകരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ ആളെ നഷ്ടപ്പെടുന്ന പോലെ ഒരു ഫീൽ. അല്ലാതെ നീ പറയുന്ന പോലെ വേറെ സീനൊന്നുമില്ല. എടി നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് നല്ല വിഷമമുണ്ടെന്നറിയാം. പക്ഷേ ഈ 2 ദിവസത്തേക്ക് അതൊന്നും കാണിക്കരുതെന്നാ ഞങ്ങൾ പറയുന്നത്. അതുമാത്രമല്ല, സ്നേഹിച്ചേക്കെൻ്റെ മണിയറ ഒരുക്കാനുള്ള ഭാഗ്യമൊക്കെ എത്ര കാമുകാർക്ക് കിട്ടും. നിനക്കിതിന് എന്ത് മനസ്സുകടാ കിട്ടുന്നു? അങ്ങനൊന്നുമില്ല, ഒരു സുഖം. അതെല്ലേ. ആരത്? കല്യാണ ചെക്കനാ? ഏത് മജല്ലേ. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ? അടിപൊളിയല്ലേ? നല്ലല്ലേ? നിനക്കെന്താടെ ഒരു മടുപ്പ്? നീ ഇങ്ങനെ മൂടാവേണ്ട സമയത്ത് ഇങ്ങനെ മൂടിയായിട്ടിരിക്കാതെ. ഈ കല്യാണം നടക്കില്ല. എടാ നീ ചുമ്മാ തമാശ കളിക്കല്ലേ. ഏതവനാണ് സ്വന്തം കല്യാണത്തല്ലെന്ന് വന്നിട്ട് സ്വന്തം കല്യാണം നടക്കില്ലെന്ന് പറയണത്? നീ കേട്ടണ്ട? ഗുഡ് ക്വസ്റ്റ്യൻ. എന്താ സംഭവം? എന്തുണ്ടാവൻ, അവള് പോയി. ഇനി നിങ്ങളിതിൻ്റെ കൂടുതൽ ചോദിക്കാൻ നിൽക്കരുത്. അതങ്ങനെ ശരിയാവും. അപ്പൊ ഈ ഡെക്കറേഷനും മിന്നാമിനി ബൾബും ഇതിനൊക്കെ പൈസ ഞാൻ ആരോട് ചോദിക്കും? നട്ടങ്ങ് കൊച്ചു മയിരേ. ശരി.
നാളെ മുതൽ ബന്ധുക്കാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഒരാഴ്ചത്തെ അയൽക്കൂട്ടത്തിൻ്റെ ചർച്ചാ വിഷയം ഞാനായിരിക്കും. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എടാ ഞാനൊരു ഐഡിയ പറയട്ടെ. അവരോടാണ് ഈ പറയണ്ട. അല്ല കോപ്പ, എടാ അവൾ അവളുടെ പാട്ടിന് പോയിന് നീ എന്തിനു സഫർ ചെയ്യണം? നാളെ കല്യാണം നടന്നില്ലെങ്കിലല്ലേ സീനുള്ളൂ. കല്യാണം നടന്നാ എല്ലാം സെറ്റല്ലേ? എടാ ഒരു പെണ്ണ് കിട്ടിയാ നാളെ കല്യാണം നടക്കൂലേ? തോലന്റെ ഒരു കാര്യം നടക്കാൻ സാധ്യതയുള്ള എന്തേലും ഒരു കാര്യം പറയടേ. ഇയാളെന്ന് അടങ്ങ്, മൊത്തം പറയട്ടെ. എടാ നിനക്ക് സെറ്റാവുന്നൊരു പെണ്ണിനെ കിട്ടിയാ നിനക്ക് ഓക്കെ അല്ലേ? എനിക്കറിയില്ല. അങ്ങനെ ഇപ്പൊ ഒരു ആള് എവിടുന്നാ? എനിക്കൊരാളെ അറിയാം. ഒന്ന് അടിച്ച് നനച്ച് കുളിപ്പിച്ചെടുത്ത ആളൊക്കെയാ. ആരാണ്? ഇവളാണവൾ, അപർണ വാസുദേവൻ AK അപ്പുക്കുട്ടൻ. ഈയടാ ഇതൊന്നും ശരിയാവൂല. നിങ്ങൾ എന്തൊക്കെ പറയണേ? എടാ ഇവൾക്ക് എന്നെ പണ്ടേ ഇഷ്ടമാണ്. പിന്നെ നീ വരുന്നതിന് കുറച്ചു നേരം മുമ്പേ വരെ ടെസ്റ്റ് പഠിച്ചിരിക്കുന്നു. നീ എങ്ങനെയെങ്കിലും ഇവളെ ഏറ്റെടുക്കണം. ഈ തീറ്റ പണ്ടാരത്തിന്റെ മുട്ട പപ്സ് മേടിച്ചു കൊടുക്കുന്ന പൈസ വഞ്ചിയിലിട്ട് വെച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു വീട് വെച്ചേനെ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏറ്റെടുത്ത് നമ്മളെ ഒന്ന് ഫ്രീ ആക്കണം. എടാ എനിക്കിവളെ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് വർക്കൗട്ട് ആവില്ല. എടാ നിങ്ങൾ തമ്മിൽ മുന്നേ നല്ല പരിചയമുണ്ട്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെല്ലാം പറഞ്ഞ ചുമ്മാ ഒരു പേര് മാത്രമല്ലേ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാം. അത് നിങ്ങൾ തമ്മിലുണ്ട്. എടാ ഇവളാകുമ്പോ നിന്റെ വീട്ടുകാർക്കും സീൻ ഉണ്ടാവില്ല. പിന്നെ ഇവളിവിടെയൊക്കെ തന്നെയല്ലേ തീറ്റയും കൂടെയും കിടപ്പൊക്കെ. എടി എന്തേലും ഒന്ന് വാതോർന്ന് പറയടി, വീഴ്ചയിക്കാതെ. എടാ എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെ ആയിരുന്നു, ഇപ്പോഴും ആണ്. പക്ഷേ നീ ഇവന്മാര് പറയണമൊന്നും കേൾക്കണ്ട. നിനക്ക് ആലോചിച്ചിട്ട് എന്നോട് തിരിച്ച് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പറ. എടാ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. യെസ്, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? എന്നിട്ട് ആലോചിക്കാം. മോനെ ജയ്, എല്ലാ സുലൈമാനിയിലും ഒരു മുഹമ്മദ് ഉണ്ടെന്നല്ലേ നമ്മുടെ തിലകട്ടം പറഞ്ഞേക്കുന്നു. ചിലപ്പോ സെറ്റായാലോ? വായോ. വാടാ. എമയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഫെസ്റ്റിവൽ ഓഫറായി 55% ഓഫും കൂടാതെ BTM16 എന്ന ഞങ്ങളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ അഡീഷണൽ 15% ഓഫ് കൂടി ലഭ്യമാകും.